ഹായ് പ്രിയപ്പെട്ടവരെ, മെയ് മാസത്തിലെ സെൽഫ് കെയർ ആൻഡ് ഹെൽത്ത് ചലഞ്ചിന്റെ സമാപന ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ 21 ദിവസമായി നിങ്ങൾ കാണിക്കുന്ന ആവേശവും അച്ചടക്കവും കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വ്യായാമവും ഭക്ഷണവും വിശ്രമവും നമ്മൾ നൽകി കഴിഞ്ഞു. ഇനി ഈ മാസം മികച്ച രീതിയിൽ പൂർത്തിയാക്കാനുള്ള അവസാന ചുവടുവെപ്പുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ 10 ദിവസങ്ങൾ നമ്മുടെ ശീലങ്ങളെ കൂടുതൽ ഉറപ്പിക്കാനുള്ളതാണ്. ഡേ 22, 22-ാം ദിവസം നമ്മുടെ പ്ലേറ്റിൽ കൂടുതൽ പച്ചക്കറികൾ ഉൾപ്പെടുത്താം. പച്ചക്കറികളിലെ നാരുകൾ ദഹനം സുഗമമാക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും. ഇന്ന് ഒരു നേരമെങ്കിലും പച്ചക്കറികൾക്ക് മുൻഗണന നൽകി ഭക്ഷണം കഴിക്കുക. ഡേ 23, ഇന്ന് കുറച്ച് ആഘോഷമാക്കാം. വ്യായാമം ബോറടിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല വഴിയാണ് നൃത്തം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടിനൊപ്പം 10 മിനിറ്റ് മനസ്സ് തുറന്ന് ഡാൻസ് ചെയ്യുക. ഇത് കലോറി എരിച്ചു കളയുക മാത്രമല്ല, നിങ്ങളുടെ സ്ട്രെസ് പൂർണ്ണമായി മാറ്റുകയും ചെയ്യും. ഡേ 24, പാലൊഴിച്ച ചായയോ കാപ്പിയോ കുടിക്കുന്നതിന് പകരം ഇന്ന് ഒരു മാറ്റം പരീക്ഷിക്കാം. ഇന്ന് ഗ്രീൻ ടീ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞത് കുടിക്കുക. ഇത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഡേ 25, അമ്മമാരെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒന്നാണ് നടുവേദന. 25-ാം ദിവസം നട്ടെല്ലിനും നടുവിനും ആശ്വാസം നൽകുന്ന ലളിതമായ സ്ട്രെച്ചിങ് ചെയ്യുക. തറയിൽ കിടന്ന് കാലുകൾ മടക്കി നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതോ അല്ലെങ്കിൽ നട്ടെല്ല് വളച്ചു നിവർത്തുന്ന വ്യായാമങ്ങളോ 10 മിനിറ്റ് ചെയ്യുക. ഡേ 26, ഇന്ന് നിങ്ങൾക്കായി മാത്രം 15 മിനിറ്റ് മാറ്റിവെക്കുക. ഒരു ജോലിയും ചെയ്യണ്ട, ആലോചനകളും വേണ്ട. വെറുതെ ഒരിടത്ത് ശാന്തമായി ഇരിക്കുക. മനസ്സിന് പൂർണ്ണമായ വിശ്രമം നൽകാൻ ഈ മീ ടൈം നിങ്ങളെ സഹായിക്കും. ഡേ 27, ഇന്ന് നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. ദിവസം മുഴുവനായി 3 ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ശരീരത്തിലെ ഓരോ കോശത്തിനും ഉന്മേഷം നൽകാൻ ആവശ്യത്തിന് വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു കുപ്പിയിൽ വെള്ളം അളന്നു വെച്ച് കുടിക്കുന്നത് ഇത് എളുപ്പമാക്കും. ഡേ 28, ഭക്ഷണത്തിന് ശേഷം ഉടനെ കിടക്കുന്ന ശീലം ഒഴിവാക്കാം. ഇന്ന് രാത്രി ഭക്ഷണത്തിന് ശേഷം വീടിനുള്ളിലോ മുറ്റത്തോ 10 മിനിറ്റ് പതുക്കെ നടക്കുക. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കും. ഡേ 29, നമ്മുടെ ശരീരത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ട ദിവസമാണിന്ന്. ഇത്രയും കാലം നമുക്ക് താങ്ങായി നിന്ന ആരോഗ്യത്തോടെ ഇരിക്കുന്ന നമ്മുടെ ശരീരത്തിന് നന്ദി പറയുക. നമ്മുടെ ശരീരത്തെ നമ്മൾ ബഹുമാനിക്കുമ്പോഴാണ് യഥാർത്ഥ ആരോഗ്യം തുടങ്ങുന്നത്. ഡേ 30, ഈ മാസം നമ്മൾ പൂർത്തിയാക്കുകയാണ്. മെയ് 1-ാം തീയതി തുടങ്ങിയ നിങ്ങളിൽ നിന്ന് 30-ാം തീയതി എത്തുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ശാരീരികമായും മാനസികമായും വന്ന മാറ്റങ്ങൾ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുക. നിങ്ങളുടെ വിജയം മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ. ഡേ 31, അവസാന ദിവസം, ഒരു പുതിയ തുടക്കത്തിനുള്ളതാണ്. ഈ മാസം ശീലിച്ച നല്ല കാര്യങ്ങൾ ഇനി അങ്ങോട്ടും തുടരുമെന്ന് സ്വയം പ്രതിജ്ഞയെടുക്കുക. ഇത് ഒരു മാസത്തെ മാത്രം കാര്യമല്ല, ഇതൊരു ജീവിത ശൈലിയാണ്. പ്രിയപ്പെട്ട അമ്മമാരെ, നമ്മൾ മെയ് മാസത്തെ ചലഞ്ച് അതിമനോഹരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഒരു വിജയിയാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2026-ലെ നമ്മുടെ ഈ 12 മാസത്തെ യാത്ര ഇനിയും തുടരും. ജൂൺ മാസത്തെ പുതിയ വിശേഷങ്ങളുമായി ഉടനെ എത്തുന്നതാണ്. അതുവരെ ഈ ഊർജം നിലനിർത്തുക. നമുക്ക് ഒരുമിച്ച് വളരാം. താങ്ക് യു.